ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊൻകിരണങ്ങൾ വിതറി വീണ്ടും ഒരു വിഷുപ്പുലര് കൂടി 2026 സമാഗതമാവുകയാണ്. കണിക്കൊന്നയുടെ മഞ്ഞപ്പട്ടുടുത്ത പ്രകൃതിയും നിലവിളക്കിന്റെ വിശുദ്ധിയും പുത്തൻ പ്രതീക്ഷകളും തുടിക്കുന്ന ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. വ്യാഴം ഭരണാധിപനായ പോരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സത്യസന്ധതയും ആദർശശുദ്ധിയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ്. എന്നാൽ കാലം എപ്പോഴും ഒരുപോലെയല്ല സഞ്ചരിക്കുന്നത്. 2026 ഈ വിഷു സംക്രമം നിങ്ങൾക്ക് കേവലം ഒരു പുതുവർഷ പിറവി മാത്രമല്ല, മറിച്ച് ജീവിതത്തിലെ ഒരു സുപ്രധാനമായ വഴിത്തിരിവിന്റെ തുടക്കം കൂടിയാണ്. കണി കണ്ടുണരുന്ന ആ പുണ്യ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന ഓരോ ചിന്തയ്ക്കും ഈ വർഷം വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു വന്ന മാനസികമായ സംഘർഷങ്ങൾക്കും കഠിനാധ്വാനത്തിന് അർഹിച്ച ഫലം ലഭിക്കാത്തതിലുള്ള നിരാശയ്ക്കും ഒരു വിരാമമിടാൻ ഈ വിഷുപ്പുലരി സാക്ഷ്യം വഹിക്കും. വിധി നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വിഷു കൈനീട്ടം എന്നത് തളരാത്ത മനസ്സും പതറാത്ത ലക്ഷ്യബോധവുമായിരിക്കും. പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിച്ചേക്കാം, പക്ഷേ കൈവിടില്ല എന്ന ഉറപ്പാണ് ഈ വർഷത്തെ പ്രത്യേകത. പൂരുരുട്ടാതി നക്ഷത്രം കുംഭം രാശിയിലും മീനം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഈ വർഷത്തെ ഗ്രഹചലനങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിലും കർമ്മമണ്ഡലത്തിലും വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും. അത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ആകാശത്ത് വിരിയുന്ന പടക്കങ്ങളുടെ വർണ്ണപ്പകിട്ട് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ചില ആനന്ദകരമായ നിമിഷങ്ങൾ വിരിയുന്ന കാലമാണിത്. എന്നാൽ ഒരു വിഷുക്കണി ഒരുക്കുമ്പോൾ നാം പാലിക്കുന്ന അതേ ശ്രദ്ധയും ശുദ്ധിയും നിങ്ങളുടെ ഓരോ നീക്കങ്ങളിലും ഈ വർഷം ഉണ്ടായിരിക്കണം. തൊഴിലിടങ്ങളിലെ മത്സരങ്ങളും സാമ്പത്തിക ഇടപാടുകളിലെ അനിശ്ചിതത്വങ്ങളും നിങ്ങളെ അല്പം അസ്വസ്ഥരാക്കിയേക്കാം. എങ്കിലും കുന്നപ്പൂവിന്റെ നിറം പോലെ ശുഭകരമായ ചില മാറ്റങ്ങൾ ദൂരെയല്ലാതെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ദാമ്പത്യ ബന്ധങ്ങളിലും കുടുംബത്തിലും സ്നേഹത്തിന്റെ പുതിയ ഭാഷ്യങ്ങൾ രചിക്കപ്പെടും. ആത്മീയമായ ഒരു ഉണർവ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതിലൂടെ ഏത് പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ 2026 വിഷുബലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതയാത്രയിൽ കരുതലോടെ മുന്നേറാൻ സഹായിക്കുന്ന ഒരു വഴികാട്ടിയാണ്. വരാനിരിക്കുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ കരിയറിലും സാമ്പത്തികാവസ്ഥയിലും വ്യക്തിജീവിതത്തിലും എങ്ങനെയെല്ലാം പ്രതിഫലിക്കുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ഈ വിഷു നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാറ്റങ്ങളുടെയും അതിജീവനത്തിന്റെയും പുതിയൊരു അധ്യായമാണ്. 2026 വിഷു മുതൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക രംഗം മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം. എങ്കിലും അനാവശ്യമായ ചെലവുകൾ നിങ്ങളെ അലട്ടിയേക്കാം. കുടുംബത്തിലെ ആഘോഷങ്ങൾക്കോ വീട് നവീകരണത്തിനോ വേണ്ടി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. ഓഹരി വിപണിയിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോവുക. ചിട്ടി, ലോൺ എന്നിവ വഴി പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കുന്നത് ഈ വർഷം വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. ഏറെക്കാലമായി ലഭിക്കാതിരുന്ന പണം തിരികെ ലഭിക്കാൻ ഈ വർഷം അനുകൂലമാണ്. കടബാധ്യതകൾ തീർക്കാൻ കൃത്യമായ പ്ലാനിംഗ് നടത്തുന്നത് വഴി നിങ്ങൾക്ക് വലിയൊരു മാനസികാശ്വാസം ലഭിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും അനാവശ്യ യാത്രകൾക്കും പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കണം. സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ ഈ വർഷം നിങ്ങളെ പ്രേരിപ്പിക്കും. തൊഴിൽപരമായി വലിയ പരീക്ഷണങ്ങളുടെയും അതിജീവനത്തിന്റെയും വർഷമാണ് 2026. സർക്കാർ ജോലിക്കാർക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലിഭാരം വർദ്ധിക്കും. മേലധികാരികളിൽ നിന്ന് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനം വർഷാവസാനത്തോടെ അംഗീകരിക്കപ്പെടും. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ടെങ്കിലും അതല്പം വൈകിയേ ലഭിക്കൂ. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2026 സെപ്റ്റംബറിന് ശേഷം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. നിലവിൽ വിദേശത്തുള്ളവർക്ക് താമസം സംബന്ധമായ രേഖകൾ ശരിയാക്കി കിട്ടാൻ ഈ വർഷം സഹായിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് പുരോഗതി ഉണ്ടാകും. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വർഷത്തിന്റെ രണ്ടാം പകുതി തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. നിലവിലെ ജോലിയിൽ സംതൃപ്തരല്ലാത്തവർക്ക് പുതിയ അവസരങ്ങൾ തേടാം. എന്നാൽ കയ്യിലുള്ള ജോലി കളഞ്ഞിട്ട് മറ്റൊന്നിന് ശ്രമിക്കുന്നത് ഈ വർഷം ഗുണകരമാകില്ല. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അവരുടെ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. കുടുംബസ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ഈ വർഷം സാധിക്കും. സഹോദരങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ചെറിയ കാര്യങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. പുതിയ വീട് വാങ്ങാനോ താമസം മാറാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത് സാധ്യമാകും. ഗൃഹപ്രവേശം പോലുള്ള മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കും. എന്നാൽ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് പിന്നീട് തിരിച്ചടിയായേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം അത്യാവശ്യമായ വർഷമാണിത്. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ദമ്പതികൾക്കിടയിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരസ്പര വിശ്വാസവും ആശയവിനിമയവുമാണ് ഈ വർഷത്തെ നിങ്ങളുടെ കരുത്ത്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. അവിവാഹിതരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് കടക്കാൻ അനുയോജ്യമായ സമയമാണ്. ദീർഘകാലമായി കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഈ വർഷം ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഉന്നതിയിലും അഭിമാനം തോന്നും.
ആത്മീയമായി വലിയൊരു ഉണർവ് പൂരുരുട്ടാതിക്കാർക്ക് ഈ വർഷമുണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥയാത്രകൾ നടത്താനും അവസരമുണ്ടാകും. ഇത് മനസ്സിന് വലിയ ശാന്തി നൽകും. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് നന്നായിരിക്കും. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും തത്വചിന്തകളിൽ താല്പര്യം കാണിക്കുന്നതിനും ഈ സമയം അനുകൂലമാണ്. ഗുരുതുല്യരായ വ്യക്തികളിൽ നിന്ന് ഉപദേശങ്ങൾ തേടുന്നത് നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു ദിശാബോധം നൽകും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് വർദ്ധിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, സന്ധിവേദനകൾ എന്നിവ അലട്ടിയേക്കാം. ഭക്ഷണക്രമത്തിൽ പ്രത്യേക നിയന്ത്രണം വേണം. അമിതമായ ജോലിഭാരം കാരണം നടുവേദനയോ കാലിന് വേദനയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ഉത്കണ്ഠയും ആകുലതകളും ഒഴിവാക്കുക. ഉറക്കമില്ലായ്മ നേരിടാൻ കൃത്യമായ ദിനചര്യ പിന്തുടരുക. ദൂരയാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന വർഷമാണിത്. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഠിനമായ പരിശ്രമം ആവശ്യമാണ്. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിദേശത്തോ ദൂരെയുള്ള സർവകലാശാലകളിലോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കും. സാങ്കേതിക മേഖലയിലുള്ളവർക്ക് ഗവേഷണ കാര്യങ്ങളിൽ പുരോഗതിയുണ്ടാകും. വിഷുക്കണി ദർശനം മുതൽ ആരംഭിക്കുന്ന ഈ വർഷം ക്ഷമ എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. പൂരുരുട്ടാതിക്കാർക്ക് പൊതുവെ മുൻകോപം കൂടുതലായതിനാൽ ഈ വർഷം സംസാരത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. വിഷുക്കൈനീട്ടം ലഭിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ നൽകുന്നതിലും നിങ്ങൾ സന്തോഷം കണ്ടെത്തും. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് പ്രാർത്ഥിക്കുന്നത് മാനസികോർജ്ജം വർദ്ധിപ്പിക്കും. വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഗുണകരമാണ്. സാധുക്കൾക്ക് അന്നദാനം നടത്തുന്നതോ വിദ്യാഭ്യാസ സഹായം നൽകുന്നതോ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശനിദോഷ ശാന്തിക്കായി ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നതോ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോ ഉത്തമമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം കൂടുതൽ ധന്യമാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഉള്ളിലെ അഗ്നിയെ ശാന്തമാക്കാൻ പതിവായ ധ്യാനം ഇവർക്ക് അത്യാവശ്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഇവരുടെ കർമ്മബലങ്ങളെ ശുദ്ധീകരിക്കും. ഉഗ്രമൂർത്തിയായ ശിവനെ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയെ ആരാധിക്കുന്നത് മാനസിക സമാധാനത്തിന് സഹായിക്കും. പൂരുരുട്ടാതി നക്ഷത്രം എന്നത് ഒരു ഭൗതിക നക്ഷത്രമല്ല, മറിച്ച് ആത്മീയമായ ഒരു പരിണാമ പ്രക്രിയയാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരു ദൗത്യവുമായാണ് ഭൂമിയിലെത്തുന്നത്. പഴയത് നശിപ്പിച്ച് പുതിയത് കെട്ടിപ്പടുക്കുക, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നതാണ് ആ ദൗത്യം. നിങ്ങൾ ഒരു പൂരുരുട്ടാതി നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ വിസ്ഫോടനത്തെ പേടിക്കരുത്. അത് പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കാനുള്ള ഊർജമാണ്. മറ്റാരും കാണാത്ത സത്യങ്ങൾ തേടിയുള്ള നിങ്ങളുടെ യാത്ര തുടരുക. കാരണം ലോകം കാണാത്ത നിഗൂഢമായ ആ കാണാപ്പുറങ്ങളിലാണ് നിങ്ങളുടെ യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ അജൈകപാതന്റെ കരുത്തും വ്യാഴത്തിന്റെ ജ്ഞാനവും ഒത്തുചേർന്നവരാണ്. അഗ്നിശുദ്ധിയിലൂടെ കടന്നു പോകുന്ന ഇവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പാഠപുസ്തകമാണ്. കഠിനമായ പ്രതിസന്ധികളെ അതിജീവിച്ച് ലോകത്തിന് വെളിച്ചം പകരാൻ ഇവർക്ക് സാധിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു.